നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ചാനലിലെ മറ്റൊരു ഡീപ് ഡൈവ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ 2026 മെയ് 23 മുതൽ 26 വരെയുള്ള ഇന്ത്യ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുക എന്നതായിരുന്നു ഔദ്യോഗിക ലക്ഷ്യം എങ്കിലും അമേരിക്കയുടെ സാമ്രാജ്യത്വ ഭീഷണികൾക്ക്, അതായത് ബുള്ളിയിങ്ങിന് ഇന്ത്യ നൽകിയ ചുട്ട മറുപടിയാണ് ഈ സന്ദർശനത്തിൻ്റെ യഥാർത്ഥ ഹൈലൈറ്റ്. ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് അഹങ്കാരത്തിന് ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ ഇന്ത്യ ഫസ്റ്റ് നയം നൽകിയ പ്രഹരം ചെറുതല്ല. എണ്ണക്കച്ചവടം, ആയുധ വിൽപ്പന, NGO ഫണ്ടിംഗ് എന്നിവയിലൂടെ ഇന്ത്യയെ വരുതിയിലാക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് ഡൽഹിയിൽ നിന്ന് ലഭിച്ച സന്ദേശം എന്തായിരുന്നു? വളരെ വിശദമായിട്ട് നമുക്കിന്ന് വിശകലനം ചെയ്യാം. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറിൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വലിയൊരു സ്വീകരണം പ്രതീക്ഷിക്കും. എന്നാൽ മെയ് 23 കൊൽക്കത്തയിൽ വിമാനമിറങ്ങിയ മാർക്കോ റൂബിയോയ്ക്ക് ലഭിച്ച സ്വീകരണം അമേരിക്കയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മുതിർന്ന മന്ത്രി പോലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയില്ല. അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോറും സംസ്ഥാനത്തെ ചില ഉദ്യോഗസ്ഥരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആഗ്രയിലും ജയ്പൂരിലുമാകട്ടെ കേവലം ഒരു പോലീസ് സ്റ്റേഷൻ SHO തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തെ അനുഗമിച്ചത്. 45 ഡിഗ്രി ചൂടിൽ അമേരിക്കൻ പ്രതിനിധിക്ക് നൽകിയ ഈ സന്ദർശന സ്വീകരണം ഒരു ഡിപ്ലോമാറ്റിക് സ്നബ് അഥവാ അവഗണനയായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വിലയിരുത്തുന്നത്. ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഇതേ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിൽ പോകുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയോ സൈനിക മേധാവികളോ വിമാനത്താവളത്തിൽ ഓടിയെത്തി റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ നിങ്ങളുടെ നിബന്ധനകൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ പഴയതുപോലെ തലകുനിച്ച് നിൽക്കില്ല. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാമെന്ന അമേരിക്കൻ അഹങ്കാരത്തിനേറ്റ ആദ്യ പ്രഹരമായിരുന്നു ഈ സ്വീകരണം. ഇന്ത്യയിലെത്തിയ റൂബിയോ ഡൽഹിക്ക് പകരം ആദ്യം കൊൽക്കത്ത തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അവിടെ സന്ദർശിച്ചത് മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമാണ്. ഇവിടെയാണ് അമേരിക്കയുടെ ആഭ്യന്തര ഇടപെടലുകളുടെ യഥാർത്ഥ മുഖം വ്യക്തമാകുന്നത്. വിദേശ NGOകൾക്ക് ഫണ്ട് ലഭിക്കുന്നത് നിയന്ത്രിക്കുന്ന ഇന്ത്യയുടെ FCRA നിയമങ്ങൾ ഇപ്പോൾ വളരെ കർശനമാണ്. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടേത് ഉൾപ്പെടെയുള്ള പല പ്രമുഖ NGOകളുടെയും FCRA ലൈസൻസ് 2026 അവസാനത്തോടെ പുതുക്കേണ്ടതായിട്ടുണ്ട്. മതസ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് NGOകൾ വഴി ഫണ്ടുകൾ ഒഴുക്കി ഇന്ത്യയിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇവരുടെ പതിവ് തന്ത്രം. മണിപ്പൂരിലെയും മിസോറാമിലെയും സംഘർഷങ്ങൾക്ക് പിന്നിലും കുക്കി ലാൻഡ് പോലെയുള്ള വിഘടനവാദങ്ങൾക്ക് പിന്നിലും ഇത്തരം വിദേശ ഫണ്ടിങ്ങുകൾ ധാരാളമായിട്ടുണ്ട് എന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. മുൻപ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആണവോർജ തോറിയം പദ്ധതികൾക്കെതിരെ ജോർജ് സോറോസിനെ പോലെയുള്ളവർ CIA വഴി ഫണ്ട് നൽകി സമരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. മതസ്വാതന്ത്ര്യം സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് റൂബിയോ പറഞ്ഞത് ഇത്തരം NGOകൾക്ക് വേണ്ടിയുള്ള അമേരിക്കൻ സർക്കാരിൻ്റെ വിലപേശലായിരുന്നു. എന്നാൽ ഇതിനൊന്നും ഇന്ത്യ വഴങ്ങില്ല എന്ന് സർക്കാർ കൃത്യമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു. അടുത്തത് സാമ്പത്തിക രംഗത്തെ അമേരിക്കൻ ഇരട്ടത്താപ്പാണ്. ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഇന്ത്യക്കും ബ്രസീലിനുമെതിരെ 50% വരെ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചല്ലോ. ലോകത്ത് ഇത്രയധികം രാജ്യങ്ങളുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയും ബ്രസീലിനെയും മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. ഈ രണ്ട് രാജ്യങ്ങളും ബ്രിക്സ് കൂട്ടായ്മയുടെ പ്രധാന ശക്തികളാണ്. അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യം തകർക്കുമെന്നും സാമ്പത്തികമായിട്ട് ലോകം തങ്ങളുടെ പിടിവിട്ടു പോകുമെന്നും അമേരിക്ക ഭയപ്പെടുന്നു. ഇതുകൂടാതെ അമേരിക്ക വർഷങ്ങളായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു ബൃഹത്തായ വ്യാപാര കരാറിനും ശ്രമിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ കാർഷിക പോൾട്രി വിപണികൾ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിക്കായിട്ട് പൂർണ്ണമായിട്ടും തുറന്നിടണം എന്നുള്ളതാണ്. ഇത് സംഭവിച്ചാൽ നമ്മുടെ കോടിക്കണക്കിന് കർഷകരുടെ ഉപജീവന മാർഗം തകരും. ഇന്ത്യ ഇത് ശക്തമായിട്ട് നിരസിച്ചപ്പോൾ ട്രംപ് ഇന്ത്യയെ ഡെഡ് എക്കണോമി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. എന്നാൽ ഇന്ന് $220 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമുള്ള ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ത്യക്ക് എത്ര ഊർജ്ജം ആവശ്യമുണ്ടോ അത്രയും വിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ്. ഇതിൻ്റെ പിന്നിലെ അമേരിക്കയുടെ കുരുക്ക് എന്താണെന്നറിയാമോ?
ഇന്ത്യ നിലവിൽ വലിയ തോതിൽ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നുണ്ട്. ഗൾഫിലെ സംഘർഷങ്ങളും ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങളും കാരണം ആഗോള സമുദ്ര വ്യാപാരം വെല്ലുവിളി നേരിടുന്ന സമയം കൂടിയാണിത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ വില കുറഞ്ഞ റഷ്യൻ എണ്ണ ഉപേക്ഷിച്ച് പകരം അമേരിക്കയിൽ നിന്നും അവരുടെ നിയന്ത്രണത്തിലുള്ള വെനിസ്വേലയിൽ നിന്നും 5 ഇരട്ടി വില കൊടുത്ത് എണ്ണ വാങ്ങണമെന്നുള്ളതാണ് വാഷിങ്ടന്റെ ആവശ്യം. വെനിസ്വേലയിൽ നിന്നൊരു എണ്ണക്കപ്പൽ ഇന്ത്യയിലെത്താനായിട്ട് 56 ദിവസമെടുക്കും. യുദ്ധം കാരണം ഇൻഷുറൻസും ഗതാഗത ചെലവും കുതിച്ചുയർന്ന ഈ സമയത്ത് അമേരിക്കൻ എണ്ണ വാങ്ങിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത തന്നെ തകരാറിലാവും. എന്നാൽ അമേരിക്കൻ ഉപരോധ ഭീഷണികളെ വകവയ്ക്കാതെ ഇന്ത്യ റുപ്പി റൂബിൾ സംവിധാനത്തിലൂടെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുകയുമാണ്. നമ്മുടെ 140 കോടി ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ഇന്ധനം ലഭ്യമാക്കുക എന്നതാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ ഇന്ത്യ ഫസ്റ്റ് പോളിസി. ഇന്ത്യയുടെ പ്രതിരോധ നവീകരണത്തിൽ അമേരിക്ക കളിക്കുന്ന ഇരട്ടത്താപ്പുകളും പ്രതിരോധ മേഖലയെ സുസൂക്ഷ്മം നിരീക്ഷിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യക്ക് ആയുധങ്ങൾ വിൽക്കാനായിട്ട് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമാണ്. എന്നാൽ അത് നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ കൈമാറ്റത്തിന് അവരൊരുക്കമല്ല. ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസിന് വേണ്ട ജനറൽ ഇലക്ട്രിക്സിൻ്റെ 100 എഞ്ചിനുകൾക്കായിട്ട് ഇന്ത്യ കോടികൾ അഡ്വാൻസ് കൊടുത്തിട്ട് 4 വർഷമായി. ഇതുവരെ ലഭിച്ചതോ വെറും 7 എണ്ണം മാത്രം. മറുവശത്ത് ഫ്രാൻസിൽ നിന്നുള്ള റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഇടപാട് നമുക്കൊന്ന് നോക്കാം. ഫ്രാൻസ് വിമാനങ്ങൾ നൽകാൻ തയ്യാറാണെങ്കിലും അതിൻ്റെ അടിസ്ഥാന സോഴ്സ് കോഡ് പങ്കുവയ്ക്കാനായിട്ട് അവർ വിസമ്മതിച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ത്യ ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. റഫേലിൻ്റെ സാങ്കേതികവിദ്യ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനായിട്ട് ഒരു ഇൻ്റർചേഞ്ചബിലിറ്റി കൺട്രോൾ ഡോക്യുമെൻ്റ്, അതായത് ICD ഒപ്പുവെക്കാനായിട്ട് ഇന്ത്യ ഫ്രാൻസുമായിട്ട് വളരെ ശക്തമായ വിലപേശലാണ് നടത്തുന്നത്. ഫ്രാൻസിനെ പോലെയുള്ള ഒരു അടുത്ത സുഹൃത്ത് രാഷ്ട്രത്തോട് പോലും പ്രതിരോധ സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഇത്രയും കർശന നിലപാടുകൾ എടുക്കുമ്പോൾ വെറും കച്ചവടക്കണ്ണോടെ മാത്രം കാണുന്ന അമേരിക്കൻ ഭീഷണികൾ ഇന്ത്യയിൽ വിലപ്പോവില്ല. പകരം കാവേരി എഞ്ചിനുകൾ പോലെയുള്ള തദ്ദേശീയ സാങ്കേതികവിദ്യകളിലും രുദ്രം പോലെയുള്ള അത്യാധുനിക മിസൈലുകളുടെ വികസനത്തിലുമാണ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി റൂബിയുടെ സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യമായ ക്വാഡ് മീറ്റിങ്ങിലേക്ക് വരാം. 2026 മെയ് 26-ന് ഡൽഹിയിൽ എസ് ജയശങ്കറിൻ്റെ അധ്യക്ഷതയിൽ ഓസ്ട്രേലിയയുടെ പെന്നി വോങ്, ജപ്പാൻ്റെ തോഷിമിത്സു മൊട്ടേഗി, മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ചരിത്രപരമായ പല തീരുമാനങ്ങളും ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് IPMSC, അതായത് ഇൻഡോ പസഫിക് മാരിടൈം സർവൈലൻസ് കൊളാബറേഷൻ എന്ന പുതിയ മാരിടൈം നിരീക്ഷണ സംവിധാനത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടന്നു കയറുന്ന കപ്പലുകളെയും അന്തർവാഹിനികളെയും തത്സമയം കണ്ടെത്താനും വിവരങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ് ഇത്. ഇതുകൂടാതെ ക്വാഡ് ക്രിട്ടിക്കൽ മിനറൽസ് ഇനീഷ്യേറ്റീവ്, ദ്വീപുകളിലേക്കുള്ള അണ്ടർസീ കേബിൾ പ്രൊജക്റ്റ് എന്നിവയും പ്രഖ്യാപിച്ചു. 2025 ഇന്ത്യയിലെ പെഹൽഗാമിലും ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചുകളിലും നടന്ന ഭീകരാക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് സംയുക്ത പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. ചൈനയുടെ സമുദ്ര കടന്നുകയറ്റങ്ങളെ തടയുക എന്ന ലക്ഷ്യം ക്വാഡിനുണ്ടെങ്കിലും ഇന്ത്യയെ അമേരിക്കയുടെ ഒരു സൈനിക സഖ്യമായിട്ട് മാറ്റാനുള്ള തന്ത്രങ്ങളെ ഡൽഹി വളരെ നയതന്ത്രപരമായിട്ടാണ് ചെറുത്തത്. മാർക്കോ റൂബിയോയുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഡോക്ടർ എസ് ജയശങ്കർ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച 5 പോയിൻ്റ് നയപ്രഖ്യാപനം ശരിക്കും ഒരു മാസ്റ്റർ സ്ട്രോക്കായിരുന്നു. പഴയ യൂണിപോളാർ ലോകക്രമത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി, അതായത് പ്രതിസന്ധികൾ ചർച്ചകളിലൂടെ പരിഹരിക്കണം, അല്ലാതെ ആയുധ കച്ചവടത്തിനായിട്ടുള്ള പ്രോക്സി യുദ്ധങ്ങളിലൂടെ അല്ല. രണ്ടാമത് തടസ്സമില്ലാത്ത സമുദ്ര വ്യാപാരം, അതായത് സമുദ്രപാതകളിൽ ഒരു രാജ്യത്തിനും കുത്തക അവകാശമില്ല. മൂന്നാമതായിട്ട് അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ബഹുമാനം, അതായത് സൂപ്പർ പവറുകൾക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിയമങ്ങൾ വളച്ചൊടിക്കാൻ കഴിയില്ല. നാലാമത് വ്യാപാരത്തെ ആയുധമാക്കുന്നതിനെ എതിർക്കുക, അതായത് ഒപ്പോസിങ് ദ വെപ്പണൈസേഷൻ ഓഫ് ട്രേഡ്, അതായത് ഡോളറിനെയും സാമ്പത്തിക ഉപരോധങ്ങളെയും ആയുധമാക്കി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത് അനുവദിക്കില്ല. പിന്നെ വിശ്വസനീയമായ പങ്കാളിത്തം, അതായത് കൃത്യമായ വിതരണ ശൃംഖലയുള്ളവരുമായിട്ട് മാത്രം സഹകരണം. റൂബിയുടെ മുഖത്ത് നോക്കി ജയശങ്കർ പറഞ്ഞു, ട്രംപ് ഭരണകൂടത്തിന് ഒരു അമേരിക്ക ഫസ്റ്റ് വീക്ഷണമുണ്ട്, എന്നാൽ ഞങ്ങൾക്കുള്ളത് ഇന്ത്യ ഫസ്റ്റ് എന്ന വീക്ഷണമാണ്. ഇത് വെറും ഒരു പ്രസ്താവനയല്ല, പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ ശക്തമായ ഒരു കാൽവയ്പും കൂടിയാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം വളരെ വ്യക്തമാണ്.
പണ്ട് അമേരിക്ക വരട്ടിയാൽ ഭയന്ന് പിന്മാറുന്ന ഒരു ഇന്ത്യ അല്ല എന്നുള്ളത്. ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുമ്പിൽ പതറാതെ തങ്ങളുടെ പരമാധികാരവും തന്ത്രപരമായ സ്വയംഭരണവും സംരക്ഷിക്കാനായിട്ട് ഇന്ത്യക്ക് ഇന്ന് കെൽപ്പുണ്ട്. എണ്ണയായാലും ആയുധമായാലും അന്താരാഷ്ട്ര നയതന്ത്രമായാലും 140 കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യ ഇന്ന് പ്രഥമ പരിഗണന നൽകുന്നത്. ഇൻഡോ പസഫിക് മേഖലയിലെ പുതിയ പ്രതിരോധ നീക്കങ്ങളെക്കുറിച്ചും ഈ മാറിയ ലോക സാഹചര്യത്തിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാടുകളെക്കുറിച്ചും നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഡീപ്പ് ഡൈവ് വിശകലനം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ആഴത്തിലുള്ള ജിയോ പൊളിറ്റിക്സ് ഡിഫൻസ് അനാലിസിസ് വീഡിയോകൾക്കായിട്ട് ഈ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു മികച്ച വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി. ജയ് ഹിന്ദ്. വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്.